സർ, മാലദ്വീപിലെ മുഹമ്മദ് മൊയ്സൂർ സർക്കാരിനെ ഇന്ത്യ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് വലിയൊരു ലക്ഷ്യം ഉണ്ടാവില്ലേ? പ്രമുഖ മാധ്യമം എന്ന് പറയുന്നത് അമേരിക്കൻ മാധ്യമമാണ്. അമേരിക്കയിലെ മാപ്രകൾ പണിയെടുത്തിരിക്കുന്നതാണ്. വാഷിങ്ടൺ പോസ്റ്റിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇത് റിപ്പോർട്ടിൻ്റെ ശീർഷകം എ പ്ലോട്ട് ഇൻ പാരഡൈസ് ആൻഡ് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഫ്ലുവൻസ് ഇൻ ഏഷ്യ എന്നാണ്. അതായത് സ്വർഗത്തിൽ ഒരു പദ്ധതി, മറ്റേ ഏഷ്യയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ഇന്ത്യൻ ശ്രമം, അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഈ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന കൂട്ടത്തിൽ സായിപ്പിൻ്റെ പേരിൻ്റെ കൂടെ ഒരു ഇന്ത്യക്കാരൻ്റെ പേരും ഉണ്ട്. അപ്പോൾ കുറച്ച് വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്ത്യക്കാരൻ്റെ പേരും കൂടി കാണുമ്പോൾ ഇയാൾക്ക് കൂടുതൽ വിവരങ്ങൾ ചോർത്താൻ കഴിയും എന്നൊക്കെ വിചാരിച്ചിട്ട്, ഈ വേഷത്തരമൊക്കെ നമുക്കും അറിയാവുന്നതല്ലോ. ഞാൻ 40-45 കൊല്ലമായില്ലേ ഈ പണി തുടങ്ങിയിട്ട്. അപ്പോൾ 2000 റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന അനുകൂലിയായിട്ടുള്ള മാലദ്വീപ് പ്രസിഡന്റ് മൊയ്സൂവിനെ ഇന്ത്യ പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 2024 ജനുവരി ആയപ്പോൾ, ഈ കൊല്ലം ജനുവരി ആയിക്കഴിഞ്ഞപ്പോൾ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അതിൻ്റെ ഏജൻറ്റുമാർ മാലദ്വീപിലെ പ്രതിപക്ഷ നേതാക്കളുമായിട്ട് ചർച്ച നടത്തി ഇയാളെ പുറത്താക്കാൻ. ആഴ്ചകൾക്കുള്ളിൽ ഇതിൻ്റെ പദ്ധതി ആസൂത്രണം ചെയ്തു, എങ്ങനെ പുറത്താക്കാം എന്നുള്ളത്. 40 MP-മാർക്ക് കോഴ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ആ MP-മാരിൽ മുയൂസുവിൻ്റെ പാർട്ടിയിലെ MP-മാരും ഉൾപ്പെട്ടിരുന്നു. അവർക്കും കൊടുക്കണമല്ലോ. മുയൂസുവിനെ ഇംപീച്ച് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇംപീച്ച് ചെയ്ത് അയാളെ പുറത്താക്കുക, എന്നിട്ട് ഇന്ത്യ അനുകൂലിയായ ഒരുത്തനെ പ്രസിഡന്റ് ആക്കുക. അപ്പോൾ 10 പട്ടാള പോലീസ് ഓഫീസർമാരെയും ഇതിനു വേണ്ടിയിട്ട് ഈ കണ്ടിരുന്നു. 3 ക്രിമിനൽ ഗാങ്ങുകൾക്കും പണം കൊടുത്തു എന്ന് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. രഹസ്യ ചർച്ചകൾ മാസങ്ങൾ നീണ്ടു എന്ന് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവസാനം ഇത് നടപ്പാക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു. ഇന്ത്യ അതുകൊണ്ട് പണം മുടക്കിയില്ല. അല്ല, പരാജയപ്പെട്ടതിന് പിന്നെ പണം മുടക്കേണ്ട കാര്യമില്ല. ഇതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ കുഴപ്പം എന്ന് പറയാൻ, ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ, ഞാനാണെങ്കിൽ നമ്മുടെ മേശയുടെ താഴെ ചവിറ്റുകൊട്ട ഉണ്ടാവും, അതിലേക്ക് ഇടും. മുമ്പൊരു കമ്പി ഇങ്ങനെ ഉണ്ടാവും, സ്പൈക്ക് എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് നമ്മൾ കുത്തിക്കളയും. അങ്ങനത്തെ റിപ്പോർട്ടാണ്. എന്തുകൊണ്ട്? ഇതിൻ്റെ അകത്ത് ആഴ്ചകൾ, മാസങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു. 10 പോലീസ് ഓഫീസർമാർ, ഇതൊക്കെ ഈ ഉണ്ടാക്കിയെടുത്ത കൃത്രിമ കഥയാണെന്നുള്ളതിൻ്റെ തെളിവാണിത്. ഈ ക്രെഡിബിലിറ്റി ഒരു റിപ്പോർട്ടിന് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയ ആരുടെയെങ്കിലും പേര് മെൻഷൻ ചെയ്യണം, അല്ലേ? പരാമർശിക്കണം. ഈ ഗൂഢാലോചന നടന്നത് ഹോട്ടലാണെങ്കിൽ ഇന്ന ഹോട്ടല്, ഇന്ന മുറി, ഇന്ന സമയം, ഈ മാസം ഇന്ന ആളുകൾ ഉണ്ടായിരുന്നു, ഇന്ന കാരണം കൊണ്ട് ഇത് പരാജയപ്പെട്ടു പോയി, ഇന്നയാള്. മുയൂസുവിൻ്റെ MP-മാരെ സ്വാധീനിക്കാനും കാശ് കൊടുക്കാനും ശ്രമിച്ചു എന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണഗതിയിൽ വിശ്വാസ്യതയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഒരു സൂചനകൾ കൊടുക്കും. ഇന്ന സ്ഥലത്ത് നിന്നുള്ള MP, അല്ലേ? അതെ, ഉത്തർപ്രദേശിലെ ഇന്ന ഭാഗത്ത് നിന്നൊക്കെയുള്ള MP ആണ്, വേണമെങ്കിൽ മനസ്സിലാക്കാവുന്ന സൂചനകൾ കൊടുക്കും. ഇതിൻ്റെ അകത്ത് ഒരു സൂചനയുമില്ല, വെറുതെ ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണെന്ന് മനസ്സിലാവും. അപ്പം എന്താ കുഴപ്പം? ഈ ട്രംപ് വരാൻ പോവാണല്ലോ 20-ാം തീയതി. അതിന് തൊട്ട് മുമ്പ് ഇന്ത്യ ഇഷ്ടമില്ലാത്ത ഈ സോറോസ് സംഘം ഉണ്ടല്ലോ, ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആളുകൾ, ആ ഡീപ് സ്റ്റേറ്റിന് പല പത്രങ്ങളിലും നിക്ഷേപങ്ങളുണ്ട്. അവിടെ വാഷിങ്ടൺ പോസ്റ്റും അങ്ങനത്തെ ഒരു പത്രമാണ്, പ്രധാനപ്പെട്ട ഒരു നിക്ഷേപ പത്രമാണത്. അത്തരം പത്രങ്ങളിൽ ആ ഡീപ് സ്റ്റേറ്റ് പോകുന്ന പോക്കിൽ ഇന്ത്യക്കെതിരെ ഒരു പണിയും കൂടി കിടക്കട്ടെ. കുറച്ച് നാളായിട്ട് പണിയുന്നുണ്ട് അവര്. ആ പണിയിൽ പെട്ടതാണ് മറ്റേ ഈ
അദാനിക്കെതിരായ ഹിൻഡൻബർഗ്. ഇവിടെ അദാനിക്കെതിരെ അഴിമതി നടന്നതായിട്ടൊരു കേസില്ല. അപ്പൊ അദാനി ഇവിടെ നടത്തിയതായിട്ട് പറയുന്ന അഴിമതിക്കെതിരെ കേസ് അവിടെ ഉണ്ടാക്കുക. ഇങ്ങനത്തെ വ്യാജപരിപാടികൾ അദാനി. പിന്നെ കാനഡയിലും അമേരിക്കയിലുമൊക്കെ ഖലിസ്ഥാൻ തീവ്രവാദികളെ ഇന്ത്യ ഒക്കെ കൂടി കൊല്ലാൻ ശ്രമിച്ചു തുടങ്ങിയ റിപ്പോർട്ടുകൾ അതിങ്ങനെ തുരുതുരെ വരുന്നത്. ഇപ്പോൾ H1B വിസ അതിപ്പോൾ വലിയ വിവാദമാണ് അവിടെ. കുടിയേറ്റത്തിന്, അനധികൃത കുടിയേറ്റത്തിന് ട്രംപ് എതിരാണ്. അപ്പോൾ H1B വിസ ഇന്ത്യക്കാർക്ക് ഇങ്ങനെ, അവർ കുടിയേറ്റക്കാരാണ്, അവർക്ക് അനുവദിക്കരുത്. ട്രംപ് ഇതിനെതിരാണല്ലോ. ട്രംപ് ഇത്തിരി ഇന്ത്യ അനുകൂലിയാണ്. അപ്പോൾ ഇന്ത്യക്കെതിരായ ഒരു വംശീയ സ്പർദ്ധ H1B വിസയുടെ വിലാസത്തിൽ അവിടെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിരൂക്ഷമായ വിവാദമാണ്. ഇന്ത്യക്കാരവിടെ നിന്ന് പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞ് ഈ പല കുറിപ്പുകൾ വരും, ഈ പോസ്റ്റുകൾ വരും, അതിൻ്റെ ചോട്ടിലെ ആളുകളുടെ കമൻറ്റ്, വംശീയ അധിക്ഷേപങ്ങൾ ഒക്കെ ആയിട്ട് ധാരാളം ഇപ്പോൾ അവിടെ അരങ്ങേറുന്നുണ്ട്. അപ്പോൾ അമേരിക്ക, അതായത് മാഗ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട് ട്രംപിന്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അതാണ് മാഗ. അപ്പോൾ അതിനെതിരെ ആണ് ഈ വക കുത്തിത്തിരിപ്പുകൾ വരുന്നത്. ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ H1B വിസയൊന്നും അവർക്ക് അർഹതയില്ല, അത് അമേരിക്കക്കാർക്ക് മാത്രമേ പാടുള്ളൂ, അല്ല അത് കൊടുക്കരുത് പുറത്തുനിന്നുള്ളവർക്ക്. അമേരിക്കക്കാർക്ക് തന്നെയാണ് ജോലിയിലും മറ്റേ വിദ്യാഭ്യാസത്തിലും പഠനത്തിലും ഒക്കെ മുൻഗണന വേണ്ടത്, ഇവരെയൊക്കെ പുറത്താക്കണം എന്നുള്ള പരിപാടി. അപ്പോൾ ഇപ്പം അത് ഈ മാഗ എന്നുള്ളത് മാവ ആക്കി മാറ്റണം. അതായത് മേക്ക് അമേരിക്ക വൈറ്റ് എഗെയിൻ, വെള്ളക്കാർ മാത്രം മതി. ആ രീതിയിൽ മാഗയല്ല മാവ, എല്ലാവർക്കും കൂടിയുള്ളതാകരുത് അമേരിക്ക, വെള്ളക്കാർക്ക് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ പ്രസവം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ വന്നില്ലേ. പ്രസവത്തിന് ഭാര്യമാരെ അവിടെ കൊണ്ടുപോകരുത് എന്നൊക്കെയുള്ള ചർച്ചകളും ഒക്കെ വന്നില്ലേ. അപ്പോൾ ട്രംപിൻ്റെ ആഗ്രഹം മാഗ ആണ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. പക്ഷെ മേക്ക് അമേരിക്ക വൈറ്റ് അഗെയിൻ എന്നുള്ളതാണ് ഡീപ് സ്റ്റേറ്റിന് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യക്കെതിരെ ഇന്ത്യ അങ്ങനെ അട്ടിമറി. മൊയ്സു ചൈനയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ മൊയ്സുവിനെ അട്ടിമറിക്കുകയാണെന്നിരിക്കട്ടെ ഇന്ത്യ, അതിൽ എന്താ തെറ്റ്? നമ്മുടെ സൗകര്യമാണ് അത്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയണം. ഒരു വ്യാജക്കഥ, കള്ളക്കഥ ഉണ്ടാക്കാൻ പാടില്ല. കള്ളക്കഥ ഉണ്ടാക്കുമ്പോൾ വാഷിങ്ടൺ പോസ്റ്റും കേരളത്തിലെ മാപ്രകളും തമ്മിൽ വ്യത്യാസമില്ല എന്നല്ലേ വന്നത്. ചാനൽ മാപ്രകളും അതെ, അച്ചടി മാപ്രകളും അതെ, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ആഗോളമായിട്ട് തന്നെ സോറോസ് എല്ലാവർക്കും പലർക്കും പൈസ കൊടുക്കുന്നുണ്ട്, പല മാപ്രകൾക്കും. അതിൽപ്പെട്ടതാണ് വാഷിങ്ടൺ പോസ്റ്റ് എന്ന് വന്നു. ഇപ്പൊ ട്രംപ് എത്തുന്നതിന് മുമ്പ് ഡീപ് സ്റ്റേറ്റ് മീഡിയ വെച്ചിട്ട്, ലിബറൽ മീഡിയ എന്ന് പറയില്ലേ, സ്വതന്ത്ര മീഡിയ, അതിനെ വെച്ചിട്ട് ഇന്ത്യക്കെതിരെ, അമേരിക്ക മറ്റേ ട്രംപിനെതിരെ ഒരു കഥ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ചൈനയെ ഇന്ത്യ ചെറുതാക്കാൻ പോകുന്നു. ഇതിൻ്റെ അകത്ത് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം ഇപ്പം മര്യാദയ്ക്ക് പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡർ അതിർത്തി തർക്കങ്ങളിലും ചെറിയ ഇതൊക്കെ വന്നു, തണുപ്പ് ഉണ്ടായി. ഡെപ്സാങ് ഡെംചോക്ക്, അവിടെ നിന്ന് രണ്ട് വിഭാഗവും സേന പിൻവലിഞ്ഞ് പോയി. കച്ചവടമൊക്കെ ഇന്ത്യയും ചൈനയും തമ്മിൽ, ഇപ്പൊ ചൈനയും ഇന്ത്യയുമായിട്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കച്ചവടം. ഇന്ത്യ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്ന വിദേശ രാഷ്ട്രം എന്ന് പറയുന്നത് ചൈന ആയി തിരിച്ചു വന്നു. അത് നേരത്തെ അമേരിക്ക ആയിരുന്നു അല്ലേ? അത് ചൈന തന്നെയായിരുന്നു നേരത്തെ. മറ്റേ ഡോക്ലാം സംഘർഷം ഉണ്ടായില്ലേ, അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് 2-3 കൊല്ലത്തേക്കൊരു അകൽച്ച വന്നു, വീണ്ടും അതിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഈ അമേരിക്കയുടെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഏരിയയിൽ, ഈ ഭൂഖണ്ഡ പ്രദേശത്ത് ഇന്ത്യയെ അവരുടെ സുഹൃത്തായിട്ട് വേണം. ഒരു സാമന്ത രാജ്യമൊക്കെ പോലെ ഇടയ്ക്ക് കച്ചവടത്തിനും ഒക്കെ വേണം. എന്നാൽ ഇന്ത്യക്ക് ഇട്ട് ഇടയ്ക്ക് താങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ചൈനയെ കണ്ണിലെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത്
ചൈന ശത്രുവായിട്ടും ഇരിക്കുന്ന സ്ഥലത്ത് ചൈനയും ഇന്ത്യയും തമ്മിൽ സൗഹൃദത്തിൽ വരാൻ പാടില്ല. അപ്പൊ ഈ റിപ്പോർട്ടിന്റെ ഉദ്ദേശം എന്താണ്? ചൈനയുടെ സുഹൃത്തായ മുയൂസുവിനെ ഇന്ത്യ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ചൈനയ്ക്ക് ശോഭ ഉണ്ടാവണം. അതെ, ഒറ്റ വെടിക്ക് രണ്ടുപേരെയും അല്ലേ? അതാണ് ലക്ഷ്യം. ചൈനയെ ഇന്ത്യയുടെ ശത്രുവാക്കുക. ഇന്ത്യയും ചൈനയും തമ്മിൽ സൗഹൃദം ഉണ്ടാകാൻ പാടില്ല. അമേരിക്കൻ താല്പര്യത്തിനും ഡീപ് സ്റ്റേറ്റിന്റെ താല്പര്യത്തിനും അത് നിരക്കില്ല. അപ്പൊ ചൈനയുടെ കൂടെ നിൽക്കുന്ന ബംഗ്ലാദേശ്, ഈ മാലദ്വീപിനെ നമ്മൾ അട്ടിമറിക്കാൻ പോകുന്നു പറയുമ്പോൾ അവർക്ക് നമ്മളോടൊരു വിരോധം ഉണ്ടായി. അപ്പൊ ഈ ട്രേഡിനെയൊക്കെ വേണമെങ്കിൽ ബാധിക്കാനൊന്നും പോകുന്നില്ല. അല്ല, ലക്ഷ്യം ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇന്നിങ്ങനെ സോറോസ് പത്ര ലേഖകന്മാരെയൊക്കെ വിളിച്ചിട്ട് ആലോചിച്ചതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ചൈനയ്ക്ക് എന്താ ബുദ്ധിയില്ലേ? അവരും കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ലേ. നമുക്ക് എന്താ ബുദ്ധിയില്ലേ നമ്മുടെ ആളുകൾക്ക്? അപ്പോൾ ബോർഡർ എഗ്രിമെന്റ് വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ത്യയും ചൈനയും തമ്മിൽ സൗഹൃദത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലൊരു സംഘർഷം കൂടി ഉണ്ടാക്കാനുള്ള ഒരു പണിയും കൂടിയാണ് ഈ എടുത്തു നോക്കുന്നത്. മുയൂസു അത് കഴിഞ്ഞിട്ടും വന്നല്ലോ. 3-4 ദിവസം മറ്റേ ഡൽഹിയിൽ താമസിച്ചു. ഭാര്യയും കൊണ്ട് ആഗ്രയിൽ താജ്മഹലിന്റെ മുമ്പിൽ പോയി ഇന്ന് പടമൊക്കെ എടുത്തു. മുയൂസു കുറച്ച് സാമ്പത്തിക സഹായം അത് തകർന്ന് തരിപ്പണായിരിക്കുകയായിരുന്നു. അയാൾ അതിന് മുമ്പ് ചൈനയിലും പോയിരുന്നു. മറ്റേ BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ കുറെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാലദ്വീപ് നിർണായകമായ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. നമ്മുടെ പട്ടാളം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. മുയൂസ് വന്നപ്പോൾ ആ ബന്ധത്തിൽ ആദ്യം വെള്ളലൊക്കെ ഉണ്ടായി. അപ്പം നമ്മൾ മോദി ലക്ഷദ്വീപ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളർത്തും എന്ന് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം പണി കിട്ടി. മാലദ്വീപിന് പണി കിട്ടി. മാലദ്വീപ് ടൂറിസം കൊണ്ടൊക്കെ ജീവിച്ചു പോകുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ആ പണിയൊക്കെ കിട്ടി. അപ്പോൾ ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റിനെ കൊണ്ട് അവിടുത്തെ ഡീപ് സ്റ്റേറ്റ് ഒരു പണിയെടുപ്പിച്ചതാണ് എന്നാണ് ബുദ്ധിയും വിവരമുള്ള മാധ്യമ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. എനിക്കും ഈ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നില്ല. അതിൽ പറയുന്ന കഥകൾക്ക് തെളിവില്ല. ഒരു എവിഡൻസും ഇല്ലാതെ ചുമ്മാ അടിച്ചു വച്ചിരിക്കുന്ന ഒരു തോന്നിയാസ റിപ്പോർട്ടായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ വെറുതെ പറയുന്നത് അവിടെ ഇവിടെയും തൊടാതെ റോയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അട്ടിമറിയൊക്കെ നടത്താൻ പോകുന്നു. അത് ചൈനയ്ക്ക് ഉള്ള സൗഹൃദം ഇല്ലാതാക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ബൈഡനെ ഒന്ന് പിന്തുണയ്ക്കുന്നു. അത്രേ ഉള്ളൂ അല്ലേ? ഡീപ് സ്റ്റേറ്റ് ചൈനയുമായിട്ട് സൗഹൃദം കളയാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഉദ്ദേശം. ഇതിന്റെ പിന്നിലെ ഉദ്ദേശം അവർ ലക്ഷ്യം വെക്കുന്നത് അതാണെന്ന്. അല്ലാതെ അത് ഇതിൽ പറയില്ലല്ലോ. അത് പറയില്ല. ചൈന അനുകൂലിയായ മുയൂസുവിനെ അട്ടിമറിക്കാൻ റോ ശ്രമിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട്. പക്ഷെ നമ്മൾ ചൈനയുമായിട്ടിപ്പോൾ സൗഹൃദത്തിൽ പോവുകയാണ്. അതിന് പാരവയ്ക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.